എന്റെ മുഅ്മിനെ, ജീവിതത്തിൽ ചെറിയൊരു പനി വരുമ്പോഴേക്കും അല്ലാഹുവിനെ ചീത്ത പറയുന്നവർ, ഒരു ചെറിയ വിഷമം വരെ, ഒരു ജോലി നഷ്ടപ്പെടുമ്പോഴേക്കും എന്തൊക്കെയോ പിറുപിറുക്കുന്നവർ, എന്തെങ്കിലും ഒരു ചെറിയ മുസീബത്ത് വരുമ്പോഴേക്കും അല്ലാഹു തന്ന ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങളെ മറന്നു പോകുന്നത് എത്ര വലിയ നന്ദികേടാണ്. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഫഇന്ന അദാബി ലശദീദ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത് ഈ അസുഖം കാരണമാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹുവേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്ത യുദ്ധങ്ങളെക്കാളൊക്കെ എനിക്കിഷ്ടം നീ തന്ന പരീക്ഷണമാണ്. മൻ കാന അലൈഹി അസീസുൻ വബിഹി ളനീൻ ഫസബറ അലാ മുസീബതിഹി വഹ്തസബ അബ്ദലല്ലാഹുൽ മയ്യിത ദാറൻ ഖൈറൻ മിൻ ദാരി. തന്റെ പ്രിയപ്പെട്ട ആരെങ്കിലും ലോകത്തോട് വിട പറയുമ്പോ, മരിച്ചു പോകുമ്പോ, അതിൽ ആരെങ്കിലും ക്ഷമിച്ചാൽ ആ മരിച്ചു പോകുന്ന ആളുടെ ഖബർ ഭൂമിയിലെ വീടിനേക്കാളും സുന്ദരമായ വീടാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കും. വഖറാറൻ ഖൈറൻ മിൻ ഖറാരിഹി വഅബ്ദലൽ മുസാബ الصلاة والرحمة والمغفرة والرضوان. അല്ലാഹുവിന്റെ കാരുണ്യവും സംരക്ഷണവും റബ്ബിന്റെ അല്ലാഹുവിന്റെ വാത്സല്യവും മരിച്ചുപോയ മനുഷ്യന് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിൽ ക്ഷമ പാലിക്കണം. നമ്മൾ അല്ലാഹുവിനെ പഴിചാരി പറയല്ലേ, നാവുകൊണ്ട് ക്ഷമയില്ലാത്ത വാക്കുകൾ പറഞ്ഞു പോവല്ലേ. ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു 30 വർഷം മഹാനവറുകളുടെ കൂടെ നടന്ന അബൂ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫുദൈൽ എന്നവരുടെ കൂടെ ഞാൻ 30 വർഷം ജീവിച്ചിട്ടുണ്ട്. ഈ മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു മുഹഖഖീങ്ങളുടെ, തസൗഫിന്റെ ആലിമീങ്ങളുടെ, ഈ ഉമ്മത്തിന് ജ്ഞാനത്തിന്റെ ആത്മീയതയുടെ വഴിവെളിച്ചം കാണിച്ചു തന്ന മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു 30 കൊല്ലം ചിരിക്കുന്നതായി കണ്ടിട്ടില്ല. അവസാനം തന്റെ പ്രിയപ്പെട്ട മോൻ അലി എന്നവർ മരിച്ച സമയത്താണ് മുആദ് റളിയല്ലാഹു അൻഹു ചിരിക്കുന്നത്. അപ്പൊ ആളുകൾ ചോദിച്ചു, ഫുദൈലെ, 30 കൊല്ലമായി പുഞ്ചിരിക്കാത്ത നിങ്ങൾ ഇന്നെന്തേ പുഞ്ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ ദീൻ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു മഹാൻ, നമ്മുടെ മുൻഗാമികളിൽ സലഫുസ് സ്വാലിഹീങ്ങളിൽ പ്രഗൽഭനായ ഫുദൈൽ റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിൽ പിൻഗാമികൾക്ക് വരുന്ന പരീക്ഷണങ്ങൾക്കെല്ലാം മാതൃകയായി വന്ന ഫുദൈൽ റളിയല്ലാഹു അൻഹു, ഇന്നല്ലാഹ അഹബ്ബ അംറൻ, അല്ലാഹുവിന് ഒരു കാര്യം ഇഷ്ടമായി, ഫഅഹബബ്തു അൻ ഉഹിബ്ബ മാ ഹബ്ബല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമായത് ഇഷ്ടപ്പെടാൻ ഞാനും തീരുമാനിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന് എന്റെ മോൻ അലിയെ കൊണ്ടുപോവാൻ ഇഷ്ടമായി. റബ്ബിന്റെ ഇഷ്ടം എനിക്കിഷ്ടമാണ്. ഞാൻ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു. അവൻ എന്ത് തീരുമാനിച്ചോ ആ തീരുമാനങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്റെ റബ്ബ് അങ്ങനെ തീരുമാനിച്ചു, ഞാനത് പൊരുത്തപ്പെട്ടു റബ്ബേ എന്ന് പറഞ്ഞ ഫുദൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ ഒരു മോൻ വല്ലാത്ത അസുഖം വന്ന് വേദനയിൽ പൊളയുമ്പോ ആളുകളൊക്കെ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമറിന് ഇത് സഹിക്കാൻ കഴിയുമോ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അവരുടെ മകനാണ് മരിക്കാൻ പോകുന്നത്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പ്രായമുണ്ടെന്ന് ആളുകളൊക്കെ പറഞ്ഞു, ഈ മോനെങ്ങാനും മരിച്ചാൽ എങ്ങനെയാവും ഈ പ്രായമുള്ള വാപ്പത് താങ്ങുക, എങ്ങനെ സഹിക്കുമെന്ന് മഹാനവറുകളുടെ മുമ്പിൽ വെച്ച് ആളുകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അള്ളാഹുവിന്റെ തീരുമാനം നടക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരുടെ ആ മോൻ ലോകത്തോട് വിട പറയുകയാണ്. ആ ജനാസ അനുഗമിച്ചു കൊണ്ടുപോകുമ്പോ ജനാസയിൽ പോകുന്ന മുഴുവൻ ആളുകളും കരയുന്നുണ്ട്. ഇല്ലാ ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന, ഹബീബിന്റെ സുന്നത്തുകൾ നേർരേഖയിൽ ജീവിതത്തിലേക്ക് പകർത്തിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന ഈ സ്വഹാബി ഒഴികെ ബാക്കി എല്ലാവരും കരയുന്നുണ്ട്. ആളുകൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമറെ, നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് തകർന്നു പോകുമോ എന്നായിരുന്നു ഞങ്ങളുടെ പേടി. ഈ മോൻ മരിച്ചിട്ട് നിങ്ങൾക്കൊരു പേടിയുമില്ലല്ലോ, ഒരു സങ്കടവും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഹബീബിന്റെ സുഹാബി, വാപ്പ സുഹാബിയാണ് ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ കൊടുത്ത മറുപടി, ഇന്നമാ തിൽക കാനത റഹ്മതൻ ബി, ഇന്നമാ തിൽക കാനത റഹ്മതൻ ബി ഫലമ്മാ വഖഅ അംറുല്ലാഹി റദീനാ ബി. രോഗം ബാധിച്ചു കിടക്കുമ്പോൾ കാരുണ്യം തോന്നിക്കൊണ്ട് എന്റെ മോന്റെ വേദന കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ മരണം സംഭവിച്ചത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഞാനതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ സംഭവങ്ങൾക്കും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇത് ആരുടെ മോനാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്.
ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഒരു ദിവസം പറഞ്ഞത്, മാ മിൻ അഹ്ലിൻ വലാ മാലിൻ വലാ വലദിൻ ഇല്ലാ വഅന ഉഹിബ്ബു അൻ നഖൂല അലൈഹി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇല്ലാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. എന്റെ മക്കളിൽ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല, എന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല, ആര് മരിച്ചാലും ഞാൻ ഇന്നാ ലില്ലാഹി ചൊല്ലുമെന്ന് പറഞ്ഞ മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു, എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇപ്പോഴൊന്നും മരിക്കണ്ട, അബ്ദുല്ലാഹി ഇബ്നു ഉമർ മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കാരണം അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരുപാട് പാണ്ഡിത്യമുള്ള മഹാനാണ്, അവരുടെ ഇൽമിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പിൻഗാമികൾക്ക് പഠിക്കാൻ അവസരമുണ്ടാകും. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ കഴിഞ്ഞ് ബാക്കി ഏത് മക്കൾ മരിച്ചാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരുടെ മകൻ, അവരുടെ മോൻ മരിച്ചപ്പോഴാണ് ഈ പറയുന്നത്, അള്ളാഹുവിന്റെ തീരുമാനം വന്നു, ഞാൻ അതിൽ തൃപ്തിപ്പെടുന്നു, എന്റെ മോൻ മരിച്ചതിൽ ഞാൻ എന്തിന് അക്ഷമ കാണിക്കണം? ക്ഷമയുടെ അത്ഭുതങ്ങൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും ചരിത്രം കണ്ട ഏറ്റവും വലിയൊരു അത്ഭുതം അസ്മഈ എന്ന് പറയുന്ന നഹവി പണ്ഡിതനുണ്ട്. അറബ് ഭാഷയിൽ പ്രഗത്ഭനാണ് അസ്മഈ എന്നവർ. അവര് യാത്ര പോയൊരു ചരിത്രം പറയുന്നുണ്ട്. ഞാനും എന്റെ കൂട്ടുകാരനും ഞങ്ങൾ അങ്ങനെ ഇറാഖിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോ, വിജനമായ ഒരു സ്ഥലത്തുകൂടെ കടന്നു പോകുമ്പോ, ഞങ്ങൾ ദാഹിച്ച് പരവശരായിട്ട് കഴിക്കാനോ കുടിക്കാനോ ഒന്നും കിട്ടാതെ വന്നപ്പോ ഒരു വൃദ്ധയുടെ ടെന്റിലേക്ക് കയറി ചെന്നു. അവിടെ ഞങ്ങൾ സലാം പറഞ്ഞു. അവിടെ ഉണ്ട് ഒരു വൃദ്ധയായ ഒരു ഉമ്മ സലാം അടക്കുന്നു. ഉമ്മ പറഞ്ഞു, നിങ്ങൾ ആരാണ്? ഞങ്ങൾ പറഞ്ഞു, വഴിതെറ്റി വന്ന ആളുകളാണ് ഞങ്ങൾ വിശന്ന് തളർന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. കുട്ടികളെ ഇവിടെ നിൽക്കി, ഞാൻ ഇപ്പൊ വരാം. നേരെ പോയി ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മ. അപ്പോഴാണ് ദൂരെ നിന്നാരോ വരുന്നത്. ഉമ്മു അഖീൽ എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ വൃദ്ധയായ ഉമ്മ നേർത്ത കാഴ്ചയുള്ളൂ, പുറത്തേക്കിറങ്ങി മരുഭൂമിയാണ്. ആ മരുഭൂമി നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ ആ വരുന്നത് എന്റെ മോന്റെ ഒട്ടകമാണ്, പക്ഷേ എന്റെ മോനല്ല ഒട്ടകപ്പുറത്തുള്ളത്, അത് മറ്റാരോ ആണ്. ഓടി വന്ന ഒരു ചെറുപ്പക്കാരൻ ഒട്ടകപ്പുറത്ത്, യാ ഉമ്മ അഖീലിൻ അസ്സലാമു അലൈക്കും, ഉമ്മ അഖീലേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. അഅലമല്ലാഹു അജ്റകി ഫീ അഖീൽ. മരണം സംഭവിച്ചാൽ എങ്ങനെയാണ് പറയാ? അല്ലമല്ലാഹു അജ്റക്, അല്ലാഹു നിങ്ങൾക്ക് വലിയ കൂലി തരട്ടെ എന്നാണ് പറയേണ്ടത്. അഖീലിന്റെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് കൂലി തരട്ടെ. ഉമ്മ ചോദിച്ചു, മോനെ, എന്റെ മോൻ അഖീൽ മരണപ്പെട്ടുവോ? അതേ ഉമ്മ. എന്തു പറ്റി? ആ ഒട്ടകക്കൂട്ടങ്ങൾ ഒന്നാകെ ആ കിണറിന്റെ അരികത്ത് വെച്ച് തിക്കും തിരക്കും ഉണ്ടായപ്പോൾ അഖീലിനെ ഒട്ടകങ്ങൾ കാലുകൊണ്ട് കിണറിലേക്ക് തട്ടിയിട്ടു. അഖീൽ അങ്ങനെയാണ് കിണറ്റിൽ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. മഹതിയായ ഉമ്മ അഖീൽ ഒരു മലഞ്ചെരിവിൽ താമസിക്കുന്ന ഒരു പാവം ഉമ്മ. ആ ഉമ്മ പറഞ്ഞു, മക്കളെ, അഖീലിന്റെ മരണവാർത്ത കൊണ്ടുവന്ന അഖീലിന്റെ സുഹൃത്താണല്ലേ നിങ്ങൾ, താഴെ ഇറങ്ങൂ എന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിലുണ്ടായിരുന്ന ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാ എന്റെ അതിഥികളാണിവർ, ഈ അതിഥികൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, ഈ ആടിനറുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ എന്നെ സഹായിക്കണം നീ. ആരെ? തന്റെ കൂട്ടുകാരനോട്. അസ്മഈ പറയാ, ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം മകൻ മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് അതിഥികളെ സൽക്കരിക്കാൻ നിൽക്കുകയാണ് ഈ ഉമ്മ. ഞങ്ങൾ മനസ്സോടെ ഉമ്മയുടെ നിർബന്ധം കൊണ്ട് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അത്ഭുതത്തോടുകൂടെ നിൽക്കുമ്പോ ആ ഉമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഓതാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. തന്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ വിഷമമറിയിക്കുന്നില്ല. തന്റെ പ്രിയപ്പെട്ട മോനാണ് മരിച്ചത്, ഒരേ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ. കൂടെ വന്ന അസ്മഈയും കൂടെ വന്ന ആളുകളോടും, നിങ്ങൾ ആരെങ്കിലും ഖുർആൻ ഓതൂ ഉഷാറായിട്ട്. എന്നാൽ ആ വിശുദ്ധ വചനങ്ങൾ കേട്ട് എന്റെ മോന്റെ വിയോഗത്തിലുള്ള എന്റെ സങ്കടം ഞാനൊന്ന് മറക്കട്ടെ, എനിക്ക് നിങ്ങൾ ഖുർആൻ ഓതിത്തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ അസ്മഈ തങ്ങളും കൂടുതലും ഓതാൻ തുടങ്ങി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون.
സൂറത്തുൽ ബഖറയിലെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകൾ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ക്ഷമിക്കുന്ന ആളുകളെ, സബ്ർ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കണം. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, ഏത് മുസീബത്ത് വരുമ്പോഴും ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങി പോകുന്നവരാണ്, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടവരാണ്. ഇങ്ങനെ പറയുന്നവർക്കുണ്ട് സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കരുണയുണ്ട്, രക്ഷയുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗം ശ്രദ്ധിച്ചവരാണ്. ഈ ആയത്ത് ഇങ്ങനെ കേട്ടപ്പോ ഉമ്മ ചോദിച്ചു, മക്കളെ അല്ലാഹി ഇന്നഹാ ലഫീ കിതാബില്ലാഹ്, അല്ലാഹനെ വെച്ച് ചോദിക്കട്ടെ മക്കളെ, ഇത് അല്ലാഹുവിന്റെ കിതാബിലുള്ള സംഗതി തന്നെയാണോ? ഇങ്ങനെയൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞു വല്ലാഹി ഇന്നഹാ ലഫീ കിതാബില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ കിതാബിലുണ്ട് ഉമ്മ എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഫസബ്റൻ ജമീലാ വഇൻദല്ലാഹി അഹ്തസിബു അഖീലാ അല്ലാഹുമ്മ ഇന്നി ഫഅൽതു മാ അമർതനി ബി ഫൻജുസ് ലി മാ വഅദ്തനി വലൗ ബഖിയ അഹദുൻ ലിഅഹദിൻ ലബഖിയ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉമ്മതി. അല്ലാഹുവേ സബ്റൻ ജമീലാ, മനോഹരമായ ക്ഷമ ഞാൻ പാലിക്കുന്നു റബ്ബേ. വഅഹ്തസിബു അഖീലാ, എൻ്റെ അഖീലിന് പകരം നീ എനിക്ക് കൂലി തരണം, എനിക്ക് പ്രതിഫലം നൽകണം. അല്ലാഹുമ്മ ഇന്നി ഫഅൽതു മാ അമർതനി ബി, എന്നോട് എന്താണോ നീ ചെയ്യാൻ പറഞ്ഞത് ഞാനത് ചെയ്തു റബ്ബേ, അതുകൊണ്ട് നീ എന്താണോ എനിക്ക് വാക്ക് തന്നത് ആ ക്ഷമക്ക് പകരം നൽകുന്ന കൂലി എനിക്ക് നൽകണം. ആരെങ്കിലും ആർക്കെങ്കിലും വേണ്ടി ലോകത്ത് ബാക്കിയാവുമെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾക്ക് വേണ്ടി ബാക്കിയാവണ്ടേ? ഹബീബ് ഇവിടെ പറഞ്ഞില്ലേ? ഹബീബ് ലോകത്തോട് ഇവിടെ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഹബീബിന്റെ വിയോഗം നടന്നതിൽ പിന്നെ ആരും ഇവിടെ ബാക്കിയാകുമെന്ന് പ്രതീക്ഷിക്കാനില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ ഈ ഉമ്മ അഖീലിന് കരുണ ചെയ്യണേ, എന്റെ മോൻ അഖീലിനെ നീ ഏറ്റെടുക്കണമേ എന്ന് അത്ഭുതകരമായി ക്ഷമ പാലിച്ച ഒരു പെണ്ണിന്റെ ചരിത്രം മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്, നെഞ്ചിലടിച്ച് ആർത്ത് നിലവിളിച്ച് ക്ഷമ കാണിക്കാതെ ഒരുപാട് വിഷമിച്ച് തളർന്ന അവശയായി അല്ലാഹുവിന്റെ ഖളാവും ഖദറും സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കും. പക്ഷെ അതല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ബുദ്ധിയില്ലാത്തവൻ 6 മാസം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു സ്വഭാവം ബുദ്ധിയുള്ള മനുഷ്യൻ ആ പ്രയാസം വരുന്ന ഉടനെ ചെയ്യണം. അതിനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സ് നൽകട്ടെ. മുസീബത്തുകൾ താങ്ങാനുള്ള കെൽപ്പ് അല്ലാഹു നമുക്ക് നൽകട്ടെ. സങ്കടം വരുന്നത് സ്വാഭാവികം തന്നെയാണ്, സങ്കടം വരുന്നത് ശരിയാണ്. ഒരു 10 മിനിറ്റ് കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ മരിച്ചപ്പോൾ ഹബീബ് കരഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും കാണാം, നബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം എന്ന പൊന്നുമോൻ മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുമ്പോ ഹബീബിന്റെ മടിയിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോ ആ കുഞ്ഞിങ്ങനെ പടക്കൽ കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണുകൾ ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീരുകൾ വരാൻ തുടങ്ങി. അപ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ചോദിച്ചത്, നബിയേ നിങ്ങളും കരയുകയാണോ? നിങ്ങളും കരയാണോ നബിയേ? നിങ്ങളും കരയുകയാണോ? ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇന്നഹാ റഹ്മ, ഇത് കരുണയാണ്. ഇന്നൽ ഐന തദ്മ, കണ്ണിന്ന് കണ്ണുനീർ വരും. ഇബ്നു ഔഫ്, വൽ ഖൽബ യഹ്സൻ, ഖൽബ് തേങ്ങി പൊട്ടിപ്പോകും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഖൽബിൽ തേങ്ങൽ വരും, കണ്ണിന്ന് കണ്ണുനീര് വരും. എന്നാൽ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ, നമ്മുടെ റബ്ബ് ഇഷ്ടപ്പെടുന്ന വാക്കല്ലാതെ നമ്മൾ പറയില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, വിഷമം വരുമ്പോൾ കണ്ണുനീർ വരാതിരിക്കുകയില്ല. കരുണയുള്ളവരുടെ ഹൃദയത്തിൽ നിന്ന് കണ്ണുനീർ വരും, ഹൃദയത്തിൽ തേങ്ങൽ വരും. പക്ഷേ നമ്മൾ പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതേ പറയാവൂ. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹീം ലമഹ്സൂനൂൻ, ഇബ്രാഹിം എന്ന മോനെ നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട് മോനെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
തുൻസബുൽ മവാസീൻ യൗമൽ ഖിയാമ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസിലൂടെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല നന്മ തിന്മകൾ തൂക്കാനുള്ള തുലാസ് നാട്ടുകയാണ്. നിസ്കരിക്കുന്ന ആളുകൾ വരുന്നു, നോമ്പ് നോൽക്കുന്നവർ വരുന്നു, ഹജ്ജ് ചെയ്തവർ വരുന്നു, സകാത്ത് കൊടുത്ത ആളുകൾ വരുന്നു. അവരുടെയൊക്കെ അമലുകൾ തൂക്കി നോക്കിയിട്ട് അവരെ സ്വർഗ്ഗത്തിലേക്ക് അയക്കുന്നു. എന്നിട്ട് അല്ലാഹു യുഅ്താ ബി അഹ്ലിൽ ബലാ, ബലാ മുസീബത്തുകൾ ഉണ്ടായ ആളുകൾ അവിടെ കൊണ്ടുവരപ്പെടുന്നു. ദുനിയാവിൽ കഷ്ടപ്പെട്ടവർ, എണീറ്റ് നടക്കാൻ പറ്റാത്തവർ, ജീവിതാവസാനം വരെ രോഗികളായി കിടന്നവർ, കുടിക്കാത്ത മരുന്നുകളില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല, നീങ്ങാത്ത പ്രയാസം എല്ലാം സഹിച്ച് 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 ലോകത്തോട് വിട പറഞ്ഞ ആളുകളെ പരലോകത്തേക്ക് കൊണ്ടുവരികയും ഫലാ യുൻസബു ലഹും മീസാൻ, അവരുടെ കർമ്മങ്ങൾ തൂക്കി നോക്കാൻ അവിടെ തുലാസ് വെക്കുകയില്ല. വലാ യുൻശറു ലഹും ദീവാൻ, അവരുടെ കർമ്മങ്ങളുടെ പേപ്പറുകൾ പോലും കിതാബ് പോലും അവർക്ക് കൊടുക്കുകയില്ല. യുസബ്ബു അലൈഹിമുൽ നജ്റു സബ്ബാ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ അല്ലാഹു അവർക്ക് കൂലി വാരിക്കോരി കൊടുക്കുന്നു. സുമ്മ ഖറഅ ഖൗലല്ലാഹ്, എന്നിട്ട് മുത്തുനബി തങ്ങൾ ഓതുകയാണ് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കഷ്ടപ്പാട് വന്ന് സഹിച്ച ആളുകൾക്കുള്ള പ്രതിഫലം കയ്യും കണക്കുമില്ലാതെ അല്ലാഹു കൊടുക്കുന്ന സമയമാണത്. അവർക്ക് കിതാബ് കൊടുക്കുന്നില്ല, മീസാനിൽ തുലാസ് പോലും തൂക്കാൻ നിൽക്കുന്നില്ല. പൊയ്ക്കോളൂ സ്വർഗത്തിലേക്ക്. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? ഇത് കാണുമ്പോ അവിടെ കൂടിയ ആളുകളൊക്കെ കൊതിച്ചു പോകും. അത്ര റബ്ബേ, ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ജീവിതകാലത്ത് ശത്രുക്കൾ ഞങ്ങളുടെ ശരീരം ഒന്നാകെ ഒന്ന് വലിച്ചു ചീന്തിയിരുന്നെങ്കിൽ ആ ഒരു വിഷമം കൊണ്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒരു അമലുകളില്ലെങ്കിലും ഈ സഹിച്ച പരീക്ഷണങ്ങൾ സഹിച്ചതിന്റെ പേരിൽ സ്വർഗം കിട്ടുമെങ്കിൽ കഴിഞ്ഞ കാലത്തെ ലോകം പരീക്ഷണങ്ങളുടെ ലോകമായിരുന്നെങ്കിൽ എന്ന് പരീക്ഷണങ്ങൾ ഇല്ലാത്തവർ കൊതിച്ചു പോകും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷമങ്ങൾ വരുമ്പോൾ സഹിക്കാനുള്ള മനക്കരുത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയദൈർഘ്യമായതുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു 6 കാര്യങ്ങൾ മാത്രം, ഹെഡ്ലൈൻസ്. നമ്മുടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഓർക്കേണ്ടത് ഒന്ന്, ഒരു മനുഷ്യന്റെ തെറ്റ് മനുഷ്യൻ ഓർക്കാനുള്ള നേരമാണത്. ഒരു പ്രയാസം വരുമ്പോ, രോഗം വരുമ്പോ നമ്മൾ ഓർക്കും, റബ്ബേ ഇത് ഞാൻ ചെയ്തു പോയ ഏതെങ്കിലും ഒരു പാപം കാരണമാണോ? അത് അല്ലാഹു നൽകുന്നൊരു നിഅമത്താണ്. അവനിലേക്ക് മടങ്ങാനുള്ള ഓർമ്മ വരും. ഇന്നൽ അബ്ദ ലയുസാബു ബിൽ മുസീബ, നമ്മുടെ മുൻഗാമികൾ പറയുമായിരുന്നു, ഒരു മുസീബത്ത് വരുമ്പോ ഫയദ്കുറു ദുനൂബ, നമ്മുടെ തെറ്റുകൾ ഇങ്ങനെ ഓർക്കും. فيخرج من عينه مثل رأس الذباب دمعا من خشية الله, അങ്ങനെ ഈച്ചകളുടെ കണ്ണുപോലത്തെ കണ്ണുനീരുകൾ കണ്ണിൽ നിന്ന് തുരുതുര ഒഴുകും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല, അത് കാരണം അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അങ്ങനെ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരണമെങ്കിൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വേണം. മറ്റൊന്ന്, കഠിനമായ ഹൃദയമുള്ള ആളുകൾ. രണ്ടാമത്തേത്, കഠിനമായ ഹൃദയമുള്ള ആളുകൾ അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്താൽ, മാരക രോഗം വന്നു കഴിഞ്ഞാൽ ഹൃദയം ലോലമാവും. എത്ര വലിയ പോക്കിരിയായി ജീവിച്ച ആളാണെങ്കിലും പച്ചപ്പാവമായി മാറും. ഹൃദയം ലോലമാവാൻ പരീക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട്. മൂന്ന് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അല്ലാഹുവിലേക്ക് ഓടിയടുക്കും. ഇന്നല്ലാഹ ലയബ്തലിൽ അബ്ദ വഹുവ യുഹിബ്ബുഹു ലിയസ്മഅ തളർറുഅഹു വദുആഅഹു. അല്ലാഹു ചില ആളുകൾക്ക് പരീക്ഷണം കൊടുക്കുന്നത് ആ മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കാൻ ഇഷ്ടമായതുകൊണ്ടാണത്രേ. ഒരു പ്രയാസമില്ലാത്ത ആളുകൾ നിസ്കാരം കഴിഞ്ഞ് ഓടുന്നത് കാണാം, ഇരുന്ന് ദുആ ചെയ്യുന്നത് കഷ്ടപ്പാടുള്ള ആളുകളാണ്. അല്ലാഹു തആല ചില ആളുകളുടെ പ്രാർത്ഥന കേൾക്കാൻ അവർക്ക് അല്ലാഹുവിന് ഇഷ്ടമാകുമ്പോ അവരെ പരീക്ഷിക്കുന്നുണ്ട് എന്ന് പരിശുദ്ധമായ വചനങ്ങളിൽ കാണാൻ കഴിയും. അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കും. മൂന്നാമത്തേത്, സർവ്വ മനുഷ്യരിൽ നിന്നും നമ്മുടെ ഹൃദയം മുറിച്ചെടുത്ത് അല്ലാഹുവിലേക്ക്. ഡോക്ടർക്ക് മാറ്റാൻ കഴിയില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഓടിച്ചെന്നു, ഒരുപാട് ആളുകൾ റുഖിയ ചെയ്തു, ഒരു മാറ്റം വരുന്നില്ല. എത്രയോ ഹോസ്പിറ്റലിൽ പോയി മാറ്റം വരുന്നില്ല. പിന്നെ ഖൽബ് കൊണ്ട് വരും, റബ്ബേ നീ എന്നെ കൈവിട്ടാൽ ഞാൻ മരിച്ചു പോകും, റബ്ബേ നിന്റെ റഹ്മത്തിന്റെ നൂലിങ്ങോട്ട് ഇറക്കിത്താ. അല്ലാഹുവിലേക്ക് നേർക്കുനേരെ ഖൽബ് തുറക്കുന്ന സമയം ഒരുപക്ഷെ ഒരു പരീക്ഷണം വരുമ്പോഴാണ്. അല്ലാഹു തആല അതിന് മുമ്പേ ഒരു നിഅമത്ത് നഷ്ടപ്പെടാതെ തന്നെ അവനിലേക്ക്
കടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ചാമതായി, ഈ പരീക്ഷണങ്ങൾ വരുന്ന ആളുകൾ മറ്റുള്ള ആളുകളുടെ പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും, അവരെ സഹായിക്കാനുള്ള മനസ്സ് വരും, എത്രയോ നന്മ ചെയ്യാൻ അത് സഹായകമാകും. തന്നെ പോലെ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഞാൻ കൊടുക്കട്ടെ, ആ രോഗത്തിന്റെ ചികിത്സ ഞാൻ കൊടുത്തേക്കാം, മരുന്ന് ഞാൻ വാങ്ങിച്ചു കൊടുത്തേക്കാം എന്ന് പാവപ്പെട്ടവരോട് മനസ്സിനുള്ളിൽ അലിവ് വരുന്നത് ഒരു പരീക്ഷണം വരുമ്പോഴായിരിക്കും. അവസാനമായി അള്ളാഹുവിന്റെ നിഅമത്തിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷണങ്ങൾ വരണം. അള്ളാന്റെ നിഅമത്തിന്റെ വില അറിയണമെങ്കിൽ കണ്ണുകൾ കൊണ്ട് ഹറാമ് നോക്കുന്ന ആളുകൾ, കാതുകൊണ്ട് മ്യൂസിക്കും ഹറാമുകളും കേൾക്കുന്നവർ, കൈകാലുകൾ കൊണ്ട് ഹറാമ് ചെയ്യുന്നവർ, ഏതെങ്കിലും ഒരു സന്ധിവേദന, നമ്മുടെ ഒരു ഞരമ്പിന് ഒരു പിടക്കൽ, ഒരു ധമനിയിലൂടെ രക്തം കൃത്യമായി ഒഴുകേണ്ടതിന് പകരം ഒഴുകാതിരിക്കുകയോ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയോ, ചെവിയുടെ പ്രവർത്തനം നിലക്കുകയോ ചെയ്യുമ്പോഴാണ് ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് നിഅമത്തുകൾ അല്ലാഹു തആല ഒന്നിന് മീതെ മറ്റൊന്നായി അല്ലാഹു അടുക്കി വെച്ച ശരീരമാണ് നമ്മുടെ ശരീരം. ഇതിനകത്ത് കിടക്കുന്ന എന്തെങ്കിലും ഒരു ബാലൻസിൽ ഒരു എന്തെങ്കിലും തകരാറ് വന്നാൽ അപ്പോഴാണ് അല്ലാഹുവേ, ഒരു ചെറിയ അസുഖം മാറണമെങ്കിൽ എത്ര കാലം ഹോസ്പിറ്റലിലേക്ക് നടക്കണം, എത്ര കാലം മരുന്ന് കുടിക്കണം, ഇതൊന്നുമില്ലാതെ എത്ര കാലം ഞാൻ ജീവിച്ചു. അല്ലാഹുവിന്റെ നിഅമത്തിന്റെ വില അറിയണമെങ്കിൽ പരീക്ഷണങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് മുഅ്മിനെ, പരീക്ഷണങ്ങൾ റബ്ബിന്റെ ഖളാ ആണ്. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേത്, അല്ലാഹുവേ നിന്റെ ഖളാ ഖദറുകളിൽ ഞങ്ങൾ വിശ്വസിച്ചു റബ്ബേ. അത് ജീവിതത്തിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ ഓർക്കുക, നമ്മൾ തകരാതിരിക്കുക, നമ്മൾ പ്രയാസത്തിലാവാതിരിക്കുക. കണ്ണ് കരഞ്ഞേക്കും, ഹൃദയം തേങ്ങിയേക്കും, പക്ഷേ നാവ് കൊണ്ട് പറയേണ്ടത് നന്മ മാത്രമേ പറയാവൂ. അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.